എറണാകുളം വടാട്ടുപാറ പലവൻപടി പുഴയിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോതമംഗലം ബസേലിയസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി ആശുപത്രിയിലേക്ക് മാറ്റി. നീന്തലിനായി എത്തിയ 9 അംഗ സംഘത്തിലെ വിദ്യാർത്ഥികളായ തിരുവല്ല സ്വദേശി ബിയോൺ, തിരുവനന്തപുരം സ്വദേശി ഹരീഷ്, കോട്ടയം സ്വദേശി അതുൽ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നുച്ചയോടെ പുഴയിലിറങ്ങിയ 9 പേരിൽ 3 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. കൂടെയുള്ളവർ വിവരമറിയിച്ചതിനെ തുടർന്ന് എത്തിയ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. വലിയ രീതിയിൽ ഒഴുക്കും ആഴവുമുള്ള ഭാഗത്താണ് വിദ്യാർത്ഥികൾ നീന്തലിനായി ഇറങ്ങിയത്. പുഴയ്ക്ക് സമീപമെത്തുന്നവർ മുന്നറിയിപ്പ് ബോർഡുകൾ അവഗണിക്കുന്നത് പതിവാണ്. വിനോദസഞ്ചാരികളായി നിരവധി പേർ എത്തുന്ന പലവൻപടി പുഴയുടെ ഈ ഭാഗത്ത് നിരവധി അപകടങ്ങൾ ഇതിനു മുന്നേയും നടന്നിട്ടുണ്ട്. ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് നിരവധി ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ നിരവധി ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിലും പുഴയിൽ പോകരുത്, അപകടമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നിരവധി ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിലും പല ആളുകളും വന്ന് ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ അത് ശ്രദ്ധിക്കാതെ വെള്ളത്തിൽ പോകുന്ന അവിടെ വെള്ളത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇടമലയാർ ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപാദനത്തിനു ശേഷം തുറന്നുവിടുന്ന വെള്ളം ഒഴുകിയെത്തുന്നത് അപകടം നടന്ന ഭാഗത്താണ്. വേനലിൽ മറ്റ് ജലാശയങ്ങളിൽ ഒഴുക്ക് കുറയുമ്പോഴും ഇക്കാരണത്താലാണ് പലവൻപടി പുഴയിൽ ശക്തമായ ഒഴുക്ക് നിലനിൽക്കുന്നത്. നിലവിൽ മൃതദേഹങ്ങൾ മാർ ബസേലിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കൈരളി ന്യൂസ്, കൊച്ചി.